ജീവിതം മരണത്തേക്കാൾ ഭാരമാകുമ്പോൾ മരിക്കാൻ അനുവദിക്കണമെന്ന് ഒരാൾ അപേക്ഷിച്ചാൽ അത് ക്രൂരതയാണോ അതോ കരുണയാണോ? ഇന്ത്യയിലെ നിയമചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിതെളിയിച്ച ഹരീഷ് റാണ എന്ന യുവാവിന്റെ കഥയാണിത്. കഴിഞ്ഞ 13 വർഷമായി ഒരു ചലനവുമില്ലാതെ, പുറം ലോകമറിയാതെ ഒരു കിടക്കയിൽ മാത്രം ഒതുങ്ങിപ്പോയ ജീവിതം. ഒടുവിൽ സുപ്രീം കോടതി വിധിച്ച ആ വിധി ഹരീഷ് റാണയ്ക്ക് സമാധാനമായി മടങ്ങാം. കഥ തുടങ്ങുന്നത് 2013-ലാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഹരീഷ് റാണ അന്ന് ചണ്ഡീഗഡിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു വാടക കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ ആ അപകടം ഹരീഷിന്റെ ജീവിതം മാറ്റിമറിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹരീഷ് പിന്നീട് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന അവസ്ഥയിലായി. അതായത് കണ്ണുകൾ തുറന്നിരിക്കും, ശ്വാസമെടുക്കും, പക്ഷേ ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാനോ പ്രതികരിക്കാനോ കഴിയില്ല. 100% വൈകല്യം ബാധിച്ച ആ ശരീരത്തെ 13 വർഷം ഹരീഷിന്റെ കുടുംബം നെഞ്ചോട് ചേർത്ത് പരിചരിച്ചു. മകന്റെ വേദന കണ്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ ഒരു കഠിനമായ തീരുമാനമെടുത്തു. അവനെ സമാധാനമായി മരിക്കാൻ അനുവദിക്കണം. ആദ്യം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലം നിരാശയായിരുന്നു. വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കുന്ന ഒരാൾക്ക് ദയാവധം നൽകാൻ കഴിയില്ലെന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. എന്നാൽ ആ മാതാപിതാക്കൾ പിന്മാറിയില്ല. അവർ സുപ്രീം കോടതിയുടെ വാതിലിൽ മുട്ടി. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും അടങ്ങിയിരിക്കുന്നു എന്ന ചരിത്രപ്രധാനമായ നിരീക്ഷണം അവിടെയുണ്ടായി. 2026 മാർച്ചിൽ സുപ്രീം കോടതി ആ നിർണായക വിധി പുറപ്പെടുവിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു വ്യക്തിക്ക് പാസീവ് യുത്തനേഷ്യ അഥവാ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകി. ട്യൂബ് വഴി നൽകുന്ന ആഹാരവും മരുന്നും പിൻവലിച്ച് ഹരീഷിനെ പ്രകൃതിദത്തമായ മരണത്തിന് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. ഇതൊരു പിന്മാറ്റമല്ല, മറിച്ച് മകനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണെന്ന് കോടതി നിരീക്ഷിച്ചു. എയിംസിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് ഹരീഷിനെ മാറ്റിയപ്പോൾ അവന്റെ അമ്മ കാതുകളിൽ മന്ത്രിച്ചു, എല്ലാവരോടും ക്ഷമിക്കുക, സമാധാനത്തോടെ പോകുക. ഹരീഷ് റാണ ഇന്ന് നമ്മുടെ മുന്നിൽ ഇല്ല. പക്ഷെ വേദനയിൽ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് മരണത്തിലെ അന്തസ്സ് ഉറപ്പാക്കുന്ന വലിയൊരു നിയമ പോരാട്ടത്തിന്റെ മുഖമായി ഹരീഷ് എന്നും ഓർമ്മിക്കപ്പെടും. ഈ വിധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക.